സൈക്കിളില്ലേ സൈക്കിളില്ലേ 10-60 വയസ്സായി മാമിക്ക് എന്തിനു മാമി സൈക്കിള്? പോടാ ചെറുക്ക, സൈക്കിളിന്റെ കാര്യമാണോ പറഞ്ഞ? നീ ഇത് കണ്ടാ? വെട്ടിയിട്ട തേങ്ങ കണക്ക് കിടക്കണ കണ്ടാടാ? മാമി ഇന്നലെ ആയിരുന്നെങ്കിൽ ഇതിന് 2 തേങ്ങ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ചമ്മന്തി അരയ്ക്കുമായിരുന്നു. നിനക്ക് പേട്ട് തേങ്ങ തന്നെ വേണം അല്ലേടാ ചെറുക്ക? മാമി നിങ്ങൾ ബർത്ത്ഡേയാ? കേക്ക് കൊണ്ടുവച്ചിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. മാമി കത്തിയുടെ കേക്ക് ഒരു കേക്ക് ഇന്ന. നിനക്ക് വെട്ടിക്കേറി കളിക്കാനാ? ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്കല്ല. പിന്നെ എന്റെ ഭർത്താവ് മരിച്ചു കിടക്കണ കണ്ടാ ദുഷ്ട? നമ്മളെ മാമ മരിച്ചാ? പോയടാ എന്റെ മാമ. മക്കള് എന്തിനാ ഫോട്ടോ എടുത്ത് മാറിയെന്ന് കറിയണ? മാമിക്കറിയല്ല, കുട്ടിക്കാലത്തെ മാമന്റെ അടുത്ത് വരുമ്പോ എനിക്ക് പേടിച്ച് നിക്കറ കുടിച്ചാൽ മുള്ളും, അതുകൊണ്ടാണ് ഞാൻ മാറി എന്ന് കരയണത്. ബോഡി കാണണം, എനിക്ക് ബോഡി കാണിച്ചു താ. മാമിയുടെ ഒരു കാര്യം ഇനിയിപ്പോ എന്തായാലും കാണിച്ചു കൊടുക്കും. മക്കളെ എന്തിനു കാണിക്കണ? നിങ്ങൾക്ക് ബോഡി കാണണമെന്ന് പറഞ്ഞ്. ഈ ബോഡി അല്ല, കീബോർഡ് കമ്പ്യൂട്ടറിലല്ലേ മാമി? ചെറുക്ക അവിടെ നിന്ന്. മാമി എന്തിനാ ഈ സാരിയൊക്കെ ഇങ്ങനെ പൊക്കി പൊക്കി കാണിക്കണത്? 60,000 വിലയുള്ള സാരിയാണ്. പിന്നെ ഈ ഡിസൈൻ എല്ലാരും കാണണ്ടേടാ ചെറുക്ക. ആ ഡിസൈനൊക്കെ കാണിക്കാം. മാമി എന്റെ മാമ അവസാനായിട്ട് എന്തോ മാമി പറഞ്ഞിട്ട് വെയ്യത്? ബീഫ് വാങ്ങിച്ചോണ്ട് വരാ. നീ സവാളയെ കരിഞ്ഞു വെക്കാൻ പറഞ്ഞിട്ട് പോയ മനുഷ്യനാണ് മക്കളെ. ഒടുക്ക എന്തിനു ചെയ്ത്? ഒടുക്ക ഞാൻ ഉള്ളിക്കറി വെച്ച് 2 പാത്രം ചോറ് കഴിച്ച് തികയാത്തോണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മാറ്റി കഴിച്ച്. തന്നെ നിങ്ങൾ ഈ പെലവിളി തീറ്റ നിർത്തണം കേട്ടാ. തീറ്റയൊക്കെ അവിടെ നിക്കട്ട്. എന്റെ മാമ എങ്ങനെ മാമി മരിച്ചത്? ഉയരം കൂടും തോറും ചായക്ക് രുചി കൂടുമെന്നുള്ള പരസ്യം കണ്ടിട്ട് ചായയും കൊണ്ട് തെങ്ങിന്റെ മുകളിൽ കയറിയതാണ് മക്കളെ. വந்தേ നടക്കൊരു വരക്കം വന്ന് നേരെ മുതലേരെ വാക്കാത്ത്. മാമി ഈ കിടക്കണതേ നമ്മളെ മാമന്റെ ബോഡി തന്നെ. അതാ നേരത്തെ പറഞ്ഞ മറ്റേ മുതലേര ബോഡിയാ. നീ ഒരു ഇറച്ചി കഷ്ണം എടുത്തിട്ട് നോക്കിയാണ് ചാടി പിടിച്ചാ മുതല, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് തന്നെ. മാമി നിങ്ങൾക്ക് ഇനി ടെൻഷൻ വേണ്ട. ടെൻഷൻ വേണ്ടേ? ടെൻഷൻ ഇല്ലെങ്കിൽ പിന്നെ ലിപ്റ്റിക്ക് മേക്കപ്പ് നീ വാങ്ങിച്ചു വരോടാ ചെറുക്ക. അതല്ല, പിന്നെ നിങ്ങൾ ഇനി വിഷമിക്കരുത്. മാമനെ ഇവിടെ ഒരിടത്തും പോയിട്ടില്ല. നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് മാമന്റെ ആത്മാവ്. ശരി എന്നടാ, നോക്കടോ എന്റെ ചേട്ടന്റെ ആത്മാവ് തലയില്ലാത്ത വെള്ളക്കൊക്കിനെ കണക്ക് പറന്ന് കളിക്കാണ്. ഉമ്മ അത് തലയില്ലാത്ത വെള്ളക്കൊക്കല്ല, പിന്നെ അത് അപ്പുറത്തെ പിള്ളേര് പറത്തി വിടുന്ന ഹെലി ക്യാമറയാണ്. എലീനക്കും ക്യാമറ ഉണ്ടാടാ. നേരത്തോട് നേരെ ആവല്ലേ മാമ ഇങ്ങനെ കിടന്ന ചീഞ്ഞ് നാറല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് ഉപ്പ് തേച്ച് വെയിലത്തോണ്ട് ഉണക്ക്. അനക്കത് കാര്യം ചെയ്യാം. നമുക്കേ മാമന്റെ അടുത്ത് മൊബൈൽ മോർച്ചയിൽ കിടത്താം. ഈ മൊബൈലിൽ മോർച്ചറുണ്ടാ? ഈ മൊബൈലിലൊക്കെ കയറി കിടക്കോ? വീട്ടിൽ പോലും സമയത്തിന് കയറി കിടക്കാത്ത മനുഷ്യനാ. കൊണ്ടുപോയി മൊബൈലിൽ കിടന്ന കേസല്ല പറഞ്ഞത്, പിന്നെ അത് വേറൊരു മൊബൈൽ മോർച്ചറി. മാമി നമുക്കൊരു കാര്യം ചെയ്യാം. മാമനെ കാണാൻ ആൾക്കാരൊക്കെ വരും. മാമനെ ഒന്ന് കുളിപ്പിച്ച് കിടത്തണല്ലേ നല്ലത്. കുളിപ്പിക്കല്ലേ, ഈ മനുഷ്യനെ കുളിപ്പിക്കല്ലേ. ജലദോഷമുള്ള ആളാണ്. എന്റെ മാമന് ജലദോഷം ഉണ്ടോ? എന്നാ കുളിപ്പിക്കണ്ട. സകലം വെള്ളം കയ്യിൽ വെച്ചത് കുടഞ്ഞു വീഴ്ത്തിയാ മതി. സ്ഥിരം മാമനും മാമിയും അങ്ങനെ തന്നെ കുളിക്കണ തന്നെ. മാമി മാമന്റെ ബോഡി നമുക്ക് മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കാം. എന്തിന്? കളിമണ്ണ് തോണ്ടി കളിക്കാനാ? നിങ്ങൾ പഠിക്കാനേ കൊടുക്കുന്നില്ല. മാമന്റെ 2 മുഴച്ച ഉണ്ട കണ്ണുണ്ടല്ല, അതെടുത്ത് ആക്കലും ദാനം ചെയ്യ്. കണ്ണ് മാത്രം ദാനം ചെയ്യല്ലേ. കണ്ണിച്ചോര ഇല്ലാത്തവനാണ് ഈ കിടക്കണ. മാമിക്ക് മാമൻ കണ്ണിച്ചോരല്ലാത്ത മനുഷ്യനായിരിക്കും, പക്ഷെ ഈ നാട്ടുകാർക്കൊക്കെ മാമൻ കണ്ണിൽ ഉണ്ണിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാമന്റെ ബോഡി നമുക്ക് പൊതുദർശനത്തിന് വെക്കണമെന്ന്. പൊതുദർശനത്തിന് വെക്കാ? ഇത് എന്തിനു മക്കളെ? വേൾഡ് കപ്പ് ട്രോഫിയാ ചെറുക്ക. സ്പ്രേയാ? ഓ നല്ല മണമുണ്ടല്ലേ. അമേരിക്കയിൽ നിന്ന് വന്ന? ഞാൻ ഇന്നലെ രാവിലെ വന്നു മാമി. അവളെവിടെയാടാ? അവള് അമേരിക്കയിലെ ഹൗസ് വൈഫ് അല്ലേ. ദൈവമേ, നാട്ടിൽ നിന്നപ്പോ എവന്റെ ഭാര്യയായിരുന്നു, അമേരിക്കയിൽ ചെന്നപ്പോ യാതാ ഹൗസിന്റെ വൈഫന്ന്. ഓക്കെ മാമിക്ക് അറിയല്ല, ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങോട്ട് പോവാൻ എല്ലാവരും. മാമിക്ക് നീയേ ഉള്ളു. അതെ അറിയാല്ല. അറിയാം. നിങ്ങളെ മക്കളൊക്കെ എവിടെ? വെളിയിലടാ ചെറുക്ക. അതെന്താ വീട്ടിൽ കയറ്റാത്തത്? അവരൊക്കെ ദുബായിലും അമേരിക്കയിലൊക്കെ ആണെന്ന്. തന്നെ മാമി സാധാരണ ഇപ്പൊ എല്ലാ മരണ വീട്ടിലൊക്കെ മൈക്ക് സെറ്റ് ഒക്കെ എടുത്ത് വെക്കും. ഇവിടെ എന്തോ മാമി കണ്ടില്ലല്ലോ. എന്നിട്ട് വേണം മൈക്കിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ പാവപ്പെട്ട ആംപ്ലിഫയറിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോവാൻ. വയസ്സുകാലത്ത് കോടതി ഇറങ്ങാൻ വയ്യ മക്കളെ. തന്നെ അല്ലേ മാമി? നമുക്കേ മാമന്റെ അടക്ക് തീരുമാനിച്ചാ അടക്കണോ? ദഹിപ്പിച്ചാ മതി മക്കളെ. ദഹനക്കേടിന്റെ അസുഖം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ തോന്നിക്കാൻ ചന്ദനം പറഞ്ഞാൽ ഞാൻ വെട്ടി മുറിക്കാൻ പറയും. എന്തിന്? മാമനെ കത്തിക്കുമ്പോഴേ നല്ല ഗമയായിട്ട് കത്തിക്കണം. അടുക്കളയിൽ 4 തീപ്പെട്ടി കമ്പ് കിടപ്പുണ്ട്, അതെടുത്തിട്ട് കത്തിച്ചാ മതി. എന്റെ മാമനെ കത്തിക്കാൻ 4 തീപ്പെട്ടിക്കൊള്ളി. ചെറുക്കൊരു ഒരു തീപ്പെട്ടിക്കൊള്ളി എനിക്ക് വെച്ചിക്കണേ മാമി. എന്തിനാടാ? ഇതെല്ലാം കഴിയുമ്പോ നമുക്കൊരു കട്ടൻ ചായെങ്കിലും തിളപ്പിച്ച് കുടിക്കണ്ടേ? നീ ഒറ്റയ്ക്കിട്ട് കുടിക്കുവാടാ? ഇല്ല, എനിക്കും കൂടെ തരണേ. വിത്തൗട്ടാണേ. 5ന് തെങ്ങ് വെക്കണോന്ന്. 5ന് തെങ്ങ് വെക്കണമെങ്കിൽ നീ 5ന്റെ വീട്ടിൽ പോയി വൈ. ഇവിടെ കൊണ്ടുവരണ്ട മാമി. 5ന്റെ വീട്ടിൽ തെങ്ങ് വെക്കണ കാര്യമല്ല പറഞ്ഞത്. മാമന്റെ കുഴിമാടത്തിൽ തെങ്ങ് വെക്കണമെന്നാണ് പറഞ്ഞത്. ഓ അങ്ങനെ. റാണി വിളിക്കണടാ. ഏത് കൊട്ടാരത്തിന്ന്? പോടാ, എന്റെ മോള് റാണി. റാണി
നിന്റെ അച്ഛൻ പോയടി, എന്നെ കളഞ്ഞിട്ട് പോയടി. വിളിയടി, വിളിയടി. മാമി വാക്കിട്ടുണ്ടെങ്കിൽ നേരത്തെ വാക്കിൽ അല്ലെങ്കിൽ മോളിലെ നെറ്റ് തീരും. തെറ്റിത്തീർന്ന കിണറ്റി കിടക്കണ നെറ്റ് എടുത്തിരുന്നു. നീ പോടാ. വലിച്ചു കെട്ടാനാ മോളെ വാക്കേറിയിടടി, വാക്കേറിയിടടി. ആ മാമന്റെ വായിലടുത്ത് മാറി വാക്കിരിടി, അല്ലെങ്കിൽ ഫോൺ നിങ്ങളുടെ മാമന്റെ കട വായിക്കാത്ത പോയാൽ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. മാമിയുടെ കരച്ചിൽ കേട്ട നമ്മളെ മണിയന്റെ പെട്ടിയാട്ട ഏതോ ഏറ്റം കയറി പോകും പോലെ. എന്റെ മണിയണ്ണ, മണിയണ്ണനാ പെട്ടിയാട്ടോ? പെട്ടിയാട്ടെ പിന്നെ ആര്യാ ചേട്ടാ? മാമി കരയണ്ട, എന്റെ മാമനെ ഞാനൊന്ന് അവസാനമായിട്ടൊന്ന് കാണട്ടെ. ഞാന് മാമി നമ്മളെ മാമല്ല, നിങ്ങളെ ഭർത്താവല്ല ഇത്. എടാ ഇത് എന്റെ ഭർത്താവല്ലെന്ന് എനിക്കറിയാം. മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റവും നല്ല ബോഡിയാണ് ഞാൻ എടുത്തോണ്ട് വന്ന് കിടത്തിക്കണ. നിങ്ങൾ ഇത്തിരി ഭ്രാന്ത് മാമി പറയണ. 10-100 ആൾക്കാർ പറഞ്ഞല്ലേടാ, നല്ലത് കണ്ടിട്ട് പോട്ടടാ ചെറുക്കാ. എന്റെ പൊന്നു മാമി.